കൂട്ട ധർണ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയകുമാർ കാവുങ്കൽ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള പ്രദേശ് കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VI ബോസ് അവർ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CA സദാനന്ദ നിലവത്തിട്ട അവർ, പാർട്ടിയുടെ ജില്ലാ മണ്ഡലം പ്രതിനിധികൾ, പ്രിയമുള്ളവരെ, RBIയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ആരംഭിച്ച ഈ കൂട്ടധർണ തികച്ചും ഒരു മാതൃകാപരമായ സമരമുഖമാണ് എന്ന് ആമുഖമായി പറയട്ടെ. ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കർ തുടങ്ങിവെച്ച പ്രസ്ഥാനം എന്ന നിലയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി രൂപീകൃതമായിട്ട് 56 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇന്ത്യയിൽ ഇത്രമാത്രം ആശയസമ്പുഷ്ടമായ മാതൃകാപരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്നത് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ഇടത് വലത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഇന്ത്യയുടെ ദേശീയധാരയിൽ നിന്ന് വ്യതിചലിക്കാതെ സാധാരണ ജനതയുടെ വികാരങ്ങളും അവരെ സാമൂഹികമായ നീതി നിർദ്ദേശിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രതിഷേധ സമരങ്ങളും മാത്രമാണ് ഭരണഘടനാപരമായ ഒരായുധമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കർ കാട്ടിത്തന്ന നിയമപരമായ അതുപോലെ ഭരണഘടനാധിഷ്ഠിതമായ സമരമാർഗമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകർ മുന്നിൽ നിരത്തി വയ്ക്കുന്നത്. തികച്ചും അതൊരു മാതൃകാപരമായ ഒരു സമീപനമാണ്. ആ സമീപനത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ പാർട്ടിയുടെ പ്രവർത്തകർക്ക്, സജീവ പ്രവർത്തകർക്ക് കഴിയില്ല. ഭൂമി പ്രശ്നം, അതുപോലെ ഭൂമിയുടെ പ്രശ്നം എടുത്തു പറയുവാൻ ആണെങ്കിൽ ഇന്ന് കൊല്ലം ജില്ലയിൽ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ ആരിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സമര രംഗത്ത് നിന്ന് നിൽക്കുന്ന സാധാരണപ്പെട്ട ദളിതരും ആദിവാസികളും പട്ടികജാതി പട്ടികവർഗക്കാരും വളരെയധികം ദരിദ്രർ ഇന്ന് അവരനുഭവിച്ചു ഇരിക്കുകയാണ്. അരിപ്പയിൽ നടക്കുന്ന സമരങ്ങൾ എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്നും അതുപോലെ തന്നെ ഭരണഘടനാപരമായ സംരക്ഷണങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കിട്ടണമെന്നുമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കുവാനുള്ളത്. തികച്ചും സാമൂഹികമായ അധപ്പതനവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്ന ഒരു ജനത അവരെ പാർശ്വവൽക്കരിക്കപ്പെടാതെ, അവരെ മാറ്റി നിർത്താതെ, അവരെ ദേശീയമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ വ്യവസ്ഥാപിതമായ ഭരണസ്ഥിരാകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നവർക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം.